ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം പെട്ടെന്നൊരു തോന്നൽ ഇന്ന് ലഞ്ച് ബോക്സിൽ ബിരിയാണി ആക്കി കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണല്ലോ എന്ന്. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം. ജീരകശാല റൈസാണ് കേട്ടോ ഞാൻ ബിരിയാണിക്ക് എടുക്കുന്നത്. അപ്പോൾ അതൊരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകാം. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റെങ്കിലും കുതിർന്ന് കിട്ടിയാൽ അരി പെട്ടെന്ന് വെന്തും കിട്ടും, നല്ല സോഫ്റ്റുമായിട്ട് കിട്ടുവേ. ഇനി നമ്മൾ അരി അളന്നെടുത്ത പാത്രത്തിന് 2 പാത്രം വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് തിളക്കട്ടെ. ഇനി ഞാൻ ചിക്കനൊക്കെ ഫ്രീസറിൽ നിന്ന് ഐസൊക്കെ വിട്ടതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം. മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ ചെറിയ പീസുകളാക്കുന്നത്. ഇനി ചിക്കനിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് വയ്ക്കാം. കുറച്ച് ഇതങ്ങ് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് സവോള ഒന്ന് വറുത്തെടുക്കണം. സവോള വറുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണിയിൽ ചേർക്കുന്നത്. സവോള വറുത്ത് ബിരിയാണിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. സവോള വഴറ്റുന്നില്ല, നമ്മൾ വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 സവോള തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരേ കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കട്ടർ വെച്ചിട്ട് അരിയുന്നത്. ഇനി ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായപ്പോൾ സവോള ഇട്ട് വറുത്ത് കോരാം. ഒരു 2-3 ബാച്ചായിട്ട് വറുത്ത് കോരി എടുത്താൽ മതി. അപ്പോൾ സവോള അവിടെ മൊരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കാം. ചോറിനുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്, അപ്പോൾ ചോറും കൂടെ അങ്ങ് റെഡിയാക്കിയേക്കാം. അപ്പോൾ ചോറ് വയ്ക്കുന്ന പാത്രത്തിലേക്ക് നെയ്യും ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തു. കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബേ ലീഫ് ഉണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് കുറച്ച് സവോള അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് അരി കഴുകി വെള്ളം കളഞ്ഞിട്ട് കൊടുക്കണം. ഇതിനിടയ്ക്ക് ഞാൻ സവോള വറുത്ത് കോരുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അരി കഴുകി ഇതുപോലെ ഞാൻ കുറച്ച് നേരം കുതിർത്തതിന് ശേഷം വെള്ളം കളയാൻ വേണ്ടിയിട്ട് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം പോയ അരി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരി ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ആ നെയ്യിലും ഓയിലും ഒക്കെ കിടന്നിട്ട് അരി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അരി ഇടുന്നുണ്ട്, 2 കപ്പ് വെള്ളമെങ്കിലും കറക്റ്റായിട്ട് ഒഴിക്കണേ, എന്നാലേ വെന്ത് കിട്ടത്തുള്ളൂ. കൂടുതൽ അരിയാണെങ്കിലേ ഉള്ളൂ ഒരു 1.25 കപ്പ് വെള്ളമൊക്കെ മതിയാവത്തുള്ളേ. ഇപ്പോൾ ഇത് നമ്മൾ കുറച്ച് അരിയല്ലേ വയ്ക്കുന്നത്, അതുകൊണ്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കങ്ങ് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് സവോളയൊക്കെ ഞാനിതാ വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ ഇത് സെക്കൻഡ് ബാച്ച് സവോളയും വറുത്ത് കോരി. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളക്, ഒരു പച്ചമുളകേ ഉള്ളൂ കേട്ടോ, കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് അധികം പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ അത്രയും ഒന്ന് ചതച്ചെടുക്കണേ. ഇനി സവോള പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഈ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാതെ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പഴുത്ത തക്കാളിയാണ്, അതുകൂടെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി നന്നായിട്ട് വാടിക്കെട്ടണം. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവേ. അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 2-3 ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് മതിയാവും ചോറ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചോറ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചോറ് കുറച്ചുകൂടെ വെന്ത് കിട്ടണം. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ തക്കാളി ഇപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ അങ്ങ് വെന്ത് കിട്ടും. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കൊള്ളും കേട്ടോ, സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വെന്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ആ വറുത്ത് വെച്ച് സവോളയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചിക്കനും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്തും കൂടെ നോക്കണമല്ലോ. ഞാൻ രാവിലെ എന്തെങ്കിലും ഒരു ഡീറ്റോക്സ് വാട്ടർ കുടിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. ഉലുവ വെള്ളമോ ജീരക വെള്ളമോ അങ്ങനെയൊക്കെയാണ് കുടിക്കുന്നത്. ഇന്നിപ്പോൾ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്. അങ്ങനെ ഞാൻ എനിക്കുള്ള ഗ്രീൻ ടീയും ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ചോറ് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു. ചോറ് ഇതാ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങനെ അടച്ച് വെച്ചേക്കാം. ഇങ്ങനെ ചിക്കനും ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള വറുത്തെടുത്ത് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ കുറച്ച് അങ്ങിട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ചിക്കനിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്താണ്, അതുകൊണ്ട് വേറെ പൊടിയൊന്നും വേണ്ട. ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സവോള വറുത്തിട്ടിടുന്നതുകൊണ്ട് തന്നെ ഈ ചിക്കൻ മസാല ചിക്കൻ പൊരിച്ച് വെച്ച ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബിരിയാണി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ പേജിൽ
ചാനലിലുണ്ട് കേട്ടോ. പലതരം ബിരിയാണികളുടെ, എണ്ണയില്ലാത്ത ബിരിയാണിയുടെയും പൊരിച്ച ചിക്കൻ ബിരിയാണിയുടെയും തലശ്ശേരി ദം ബിരിയാണിയുടെയും ഒരുപാട് ബിരിയാണി റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മസാല റെഡിയായി, ചോറും വെന്തിട്ടുണ്ട്. പകുതി ചോറ് മാറ്റിയിട്ട് നടുക്കായിട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ്. നടുക്കായിട്ട് മസാല ഇട്ടിട്ട് വീണ്ടും ബാക്കിയുള്ള ചോറിട്ടിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാവേ. ഞാൻ സാധാരണ ഏറ്റവും അടിയിലാണ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കാറ്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ടും ഞാൻ ഗ്രേവി നന്നായിട്ട് വറ്റിച്ച് ആ ഒരു പരുവത്തിലെടുത്തത് കൊണ്ടും ഞാനിങ്ങനെ നടുക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുകയാണ്. നല്ലൊരു മണം കിട്ടും കേട്ടോ നമ്മൾ ബിരിയാണി തുറന്നെടുക്കുമ്പോൾ. പിന്നെ കുറച്ച് സവോള പൊരിച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ മഞ്ഞൾ പൊടി പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഞാൻ കുറച്ച് വെള്ളത്തിലാണ് കലക്കിയത്. അതുകൂടെ ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. നമ്മൾ അടിയിൽ ചോറായതുകൊണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടി. മഞ്ഞൾ ആ ഒരു വെള്ളത്തിൽ കലക്കാൻ എടുത്ത സമയത്ത് ആ ടിന്നങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് താഴോട്ട് പോയി കേട്ടോ. ഇപ്പോൾ സമയമില്ലാത്ത സമയത്തുള്ള പണികളെ അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി പോയി. കുറച്ച് മഞ്ഞൾപ്പൊടി ടിന്നിലുണ്ടായിരുന്നുള്ളൂ, അത് എന്തായാലും നന്നായി. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് 3-4 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. മിനിറ്റ് കൊണ്ട് എല്ലാം ആവി കയറി വന്നിട്ടുണ്ട്. മുകളിലോട്ട് ആവി കയറി വന്നു, മസാലയുടെ ആ സ്മെല്ലൊക്കെ വന്നു. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്തു. അവർക്ക് കഴിക്കാനും കൊടുത്തത് ബിരിയാണിയാണേ. പിന്നെ ഉമ്മച്ചി ഒരു സാലഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. തൈരും സവോളയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡ്. പിന്നെ നമ്മുടെ കല്യാണ വീട്ടിലെ ബിരിയാണി ഇല്ലേ, ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കല്യാണ വീട്ടിലെ അച്ചാറില്ലേ, അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി. നല്ലൊരു അച്ചാറാണ്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇനിയിപ്പം കുഞ്ഞു മോളെയും കൂടെ, അങ്ങനെ മക്കളെ 2 പേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി കുഞ്ഞു മോളെ പ്ലേ ക്ലാസ്സിൽ വിടുന്നുണ്ട്. അപ്പോൾ അവളുടെ സെക്കൻഡ് ഡേ ആണിന്ന് കേട്ടോ. അങ്ങനെ ഒരു ഉറക്കപ്പിച്ചിൽ അവളെയും വീൽ ചെയ്യുന്നേൽപ്പിച്ചു. മേലൊക്കെ കഴിച്ചു. കുളിപ്പിക്കുകയില്ല കേട്ടോ, തല നനയ്ക്കുകയില്ല. വൈകുന്നേരം വന്നിട്ടാണ് തല കുളിപ്പിക്കുന്നത്. മേലൊക്കെ കഴിച്ചു. അങ്ങനെ അവൾക്ക് കഴിക്കാനുള്ള കൊടുത്ത് അവളുടെ തന്നെ അവിടെ ഇരുന്ന് കഴിച്ചോളും. ചെറിയ ദോശയാണ് കേട്ടോ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അവൾ ദോശയൊക്കെ കഴിച്ചു. പിന്നെ അവളുടെ ലഞ്ചൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ബാഗിലിട്ട് വെച്ചപ്പം അവൾക്ക് ബാഗ് തോളത്തിടണമെന്ന്, അങ്ങനെ ബാഗൊക്കെ തോളത്തിട്ട് ആൾ ഓട്ടോയിൽ കയറുവാണ്. ചെറിയ മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വാപ്ചി സ്കൂട്ടറെ കൊണ്ടുവിട്ടേനെ. പിന്നെ ഞാൻ ഓട്ടോയിൽ വിടാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ് അവളുടെ പ്ലേ സ്കൂള്. മക്കൾ പഠിക്കുന്ന, മൂത്ത ആൾക്കാർ പഠിക്കുന്ന സ്കൂളിലല്ല അവളെ ചേർത്തത്. അവളെ പ്ലേ സ്കൂളിൽ ഇവിടെ അൽഫോൻസ സ്കൂളിലാണ് ചേർത്തത്. ഇതാകുമ്പോൾ നമ്മുടെ തൊട്ടടുത്താണ്. വിളിക്കാനും പോകാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ അവളെ. അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ പിന്നെ അവരുടെ കൂടെ ഒരു 8:45 ആകുമ്പോൾ പോകേണ്ടി വരും. അത് കുഞ്ഞിന് പാടാണ്. അവളെ എഴുന്നേറ്റും ശീലിച്ചൊക്കെ വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു പ്ലേ സ്കൂളിലാണ് അവളെ ചേർത്തത്. അങ്ങനെ ഇതാ സ്കൂളിലെത്തി. ആൾ ഹാപ്പിയാണ് കേട്ടോ, സ്കൂളിലൊക്കെ പോകാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ഇപ്പോൾ തുടങ്ങി 2-3 ദിവസം ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ പോകണമെന്നൊക്കെ പറഞ്ഞ് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പ്ലേ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ കയറ്റി വിട്ടിട്ട് ഞാനും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.